الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും റഹ്മാനായ റബ്ബ് സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ലോകത്ത് നമ്മൾ ജനിച്ചിട്ടുണ്ട് എങ്കിൽ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതയാണ് അള്ളാഹുവിൻ്റെ അവധി എത്തുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമെന്നുള്ളത്. മരണം സുനിശ്ചിതമാണ് എന്നർത്ഥം. മതവിശ്വാസിക്കും മതവിശ്വാസിയല്ലാത്തവരുമൊക്കെ ഏകാഭിപ്രായത്തിലുള്ള ഒരു വിഷയമാണ് മരണം എന്നുള്ളത്. പലയിടങ്ങളിൽ വെച്ച് പല സന്ദർഭങ്ങളിൽ പല രൂപത്തിലാണ് പലരും മരണപ്പെടാറുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം അത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ മരണം
ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് എന്നുള്ളത് ഒരു വിശ്വാസി ആലോചിക്കേണ്ടതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മരണം നന്നാക്കിയെടുക്കുക, ഒരു നല്ല മരണം ഉണ്ടാക്കുക, ഒരു നല്ല മരണം ഉണ്ടാവുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇതിന് വിപരീതമായ രൂപത്തിലുള്ള മരണങ്ങളും നമ്മൾ കാണാറുണ്ട്. സ്വന്തം മക്കൾക്കോ കുടുംബത്തിനോ സ്വന്തം ജീവിത പങ്കാളിക്ക് പോലും ആത്മാർത്ഥമായി പടച്ച റബ്ബേ എന്റെ ഭർത്താവിനൊന്ന് പുറത്തു കൊടുക്കണേ, എന്റെ ഭാര്യയ്ക്കൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് പോലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പോലും മനസ്സു വരാത്ത രൂപത്തിലുള്ള മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് മോശമായ മരണം എന്നൊക്കെ നമ്മൾ പറയും, സൂഉൽ ഖാത്തിമ. എന്നാൽ ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണത്തെക്കുറിച്ചും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഫജ്ർ അതിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മരണത്തിന്റെ സന്ദർഭത്തിൽ മാലാഖമാർ കടന്നു വരികയും ആ മരിക്കുന്ന വ്യക്തിയോട് പറയുന്ന വർത്തമാനം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ സമാധാനമടഞ്ഞ ആത്മാവേ, സമാധാനത്തോടുകൂടി ഭൂമിയിൽ ജീവിച്ച് ഒരു സത്യവിശ്വാസിയായി മുഅ്മിനായി ജീവിച്ച് സമാധാനത്തോടുകൂടെ മരണമടഞ്ഞ ആത്മാവേ, നല്ല ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, തൃപ്തിപ്പെട്ടവനായിക്കൊണ്ട് അള്ളാഹുവിന്റെ റിളക്ക് പാത്രമാകുന്ന രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് നീ മടങ്ങുക. ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങുക. മലക്കുകളുടെ ഒരു സമാധാനത്തോടെ സന്തോഷത്തോടുകൂടെയുള്ള ആശ്വാസ വചനങ്ങളാണ് മരണത്തിന്റെ സന്ദർഭത്തിൽ അത്തരം മനുഷ്യർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫദ്ഖുലീ ഫീ ഇബാദി, എന്റെ സജ്ജനങ്ങളിൽ സദ്വൃത്തരിൽ നീയും ഉൾപ്പെടുക. വദ്ഖുലീ ജന്നതി, മുത്തഖീങ്ങൾക്ക് വേണ്ടി മുഅ്മിനുകൾക്ക് വേണ്ടി അള്ളാഹു തയ്യാർ ചെയ്തു വെച്ച ആ സ്വർഗത്തിലേക്കാണ് നിനക്ക് പ്രവേശിക്കാനുള്ളത്. ഈ രൂപത്തിൽ മലക്കുകളുടെ ആശ്വാസ വചനങ്ങൾ കേട്ടുകൊണ്ട് മരിക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു നല്ല മനുഷ്യന്, ഒരു മുഅ്മിനായ മനുഷ്യന്, ഒരു മുത്തഖിയായ മനുഷ്യന്റെ പര്യവസാനമാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സൂറത്തുൽ നഹ്ലിലെ 32-ാമത്തെ ആയത്തിൽ അല്ലദീന തവഫാഹുമുൽ മലായികതു ത്വയ്യിബീൻ, ത്വയ്യിബീങ്ങളെ നല്ല ആളുകളുടെ ആത്മാവിനെ ഏറ്റെടുക്കാൻ അള്ളാഹുവിന്റെ മാലാഖമാർ കടന്നു വരും. അങ്ങനെ കടന്നു വന്നിട്ട് അവർ പറയും, യഖൂലൂന സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾക്ക് ആശ്വാസമുണ്ട്, നിങ്ങൾക്ക് സലാമുൻ അലൈക്കും. മലക്കുകളുടെ സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് അത്തരം ആളുകൾ ഇവിടെ നിന്ന് യാത്ര പറയുന്നത്. ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളവരാണ്. എന്തുകൊണ്ടാണത്? ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ജീവിതം അതിനനുസൃതമായിട്ടാണ് നിങ്ങൾ ഇവിടെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള, ഇതാണ് ഹുസ്നുൽ ഖാത്തിമ. നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് നിന്ന് എങ്ങനെയാണ് മരണപ്പെടുന്നത്? ആക്സിഡന്റിലാണോ, കുഴഞ്ഞു വീണിട്ടാണോ, അറ്റാക്ക് ആയിട്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? ഇതൊന്നുമല്ല നമ്മുടെ വിഷയം, അതൊന്നുമല്ല. പലരും മോശമായി മരിച്ചു, അല്ലെങ്കിൽ ദുർമരണം എന്നൊക്കെ കാണുന്ന ചില കാഴ്ചകളെ, അത്തരം ചില കാഴ്ചപ്പാടുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹത്വവൽക്കരിച്ചിട്ടാണ് നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ അതൊന്നും അല്ലൊരു മുസ്ലിമിന്റെ കാഴ്ചപ്പാട്. മറിച്ച് എങ്ങനെ, ഏത് രൂപത്തിൽ എന്നുള്ളതല്ല, മരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു മലക്കുകളുടെ ആശ്വാസ വചനങ്ങൾ കേട്ടുകൊണ്ട് സമാധാനത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് മരണമടയാൻ നമുക്ക് കഴിയുമോ? മരിക്കുന്ന സമയത്ത് ഒരു അറബി കവി പറഞ്ഞതുപോലെ, വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. മനുഷ്യ, നീ ലോകത്തേക്ക് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചിടുന്ന സമയത്ത്
യബ്ന ആദമ ബാക്കിയ, നീ കരഞ്ഞുകൊണ്ട് നിന്റെ കൈയുടെ മുഷ്ടികൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമി ലോകത്തേക്ക് നീ പിറന്നു വീണത്. ആ സന്ദർഭത്തിൽ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ, നിന്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന നിന്റെ കുടുംബാംഗങ്ങൾ, നിന്റെ ബന്ധുമിത്രാദികൾ, അവർ നീ കരയുന്ന സമയത്ത് യദ്ഹകൂന സുറൂറാ, അവർക്ക് സന്തോഷമാണ്, അവര് ചിരിക്കുകയാണ്. നിന്നെ കണ്ട സന്തോഷം, നീ കരഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരുമ്പം അവർ നിന്നെ കണ്ട കാഴ്ചയിൽ, നിന്നെ കണ്ടതിലുള്ള സന്തോഷത്തോടെ അവർ ചിരിക്കുകയാണ്. ഇനിയൊരു സമയം വരാനുണ്ട്. ഫഅമൽ ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൂ ഫീ ഹാലി മൗതിക വാഹികം മസ്റൂറാ. എന്നാൽ മനുഷ്യ, ഇനിയുള്ള നിന്റെ ജീവിതത്തിൽ ഫഅമൽ ലിനഫ്സിക, നിന്റെ ജീവിതത്തിന് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി നീ അമലുകൾ പ്രവർത്തിക്കണം. സത്പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എപ്പോഴാണത്? എന്തിനു വേണ്ടിയാണ്? അന്തകൂന ഇദാ ബഖൂ, നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന്, നീ ഭൂമി ലോകത്തേക്ക് പിറന്നപ്പോ നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ചിരിച്ച കുറെ ആളുകളുണ്ട്, സന്തോഷിച്ച കുറെ ആളുകളുണ്ട്. അവരൊക്കെ അന്തകൂന ഇദാ ബഖൂ, അവരൊക്കെ വാവിട്ട് കരയുന്ന ഒരു രംഗമുണ്ട്. അതേതാണ്? നമ്മുടെ മരണത്തിന്റെ ദിവസം നമ്മുടെ പ്രിയപ്പെട്ടവൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, അവരൊക്കെ കരയുന്നൊരു ദിവസമുണ്ട്. ആ സമയത്ത് ഫീ ഹാലി മൗതിക ദാഹികം മസ്റൂറാ, നിനക്ക് ചിരിക്കാൻ സാധിക്കണം, നിനക്ക് ആശ്വസിക്കാൻ സാധിക്കണം. അവരൊക്കെ വേവലാതിപ്പെടുമ്പോ, അവർക്കൊക്കെ മനപ്രയാസം ഉണ്ടാക്കുമ്പോ, അവർക്കൊക്കെ സമാധാനക്കേടുണ്ടാക്കുമ്പോ, നിനക്ക് സമാധാനത്തോടെ ആശ്വാസത്തോടെ മലക്കുകളുടെ സന്തോഷത്തിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പറയാൻ മനുഷ്യ നിനക്ക് സാധിക്കണമെങ്കിൽ ഫഅമൽ ലിമൗതിക ഫഅമൽ ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൂ ഫീ ഹാലി മൗതിക ദാഹികം മസ്റൂറാ. ഇപ്പൊ നമ്മൾ അധ്വാനിക്കണം, ഇപ്പൊ നമ്മൾ പണിയെടുക്കണം. ഈ ബോധത്തോടുകൂടെ ഒരു നല്ല മരണം എനിക്കുണ്ടാവണം എന്ന ബോധത്തോടുകൂടെ ആവണം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് എന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരും. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അടിസ്ഥാനപരമായി ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കി തീർക്കുന്നത്, ഒരു മുഅ്മിനിനെ മുഅ്മിനാക്കി തീർക്കുന്നത് അവന്റെ പേരോ അവന്റെ അഡ്രസ്സോ അവന്റെ തറവാടോ അവന്റെ പാരമ്പര്യമോ ഒന്നുമല്ല. അൽ ഈമാൻ, വിശ്വാസമാണ്, ഈമാനാണ്. ആ ഈമാൻ അത് രൂഢമൂലമാക്കുക, തകർന്നു പോകാത്ത, തകർത്ത് കളയാൻ കഴിയാത്ത, ഒരിക്കലും തളർന്നു പോകാത്ത രൂപത്തിലുള്ള ഒരു ഉറപ്പുള്ള തൗഹീദിന്റെ വക്താക്കളായി മാറുക. അതാണ് ഞാൻ ആമുഖമായി ഓതിവെച്ച വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിന്റെ 30-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ച ഒരു വിഭാഗം ആളുകൾ പോരാ, സുമ്മസ്തഖാമു, അങ്ങനെ പ്രഖ്യാപിച്ച പലരും ഉണ്ട്. റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ പലരും ഉണ്ട്. അല്ലാഹുവാണ് രക്ഷിതാവ് എന്ന് പറഞ്ഞവരുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ പോലും പറഞ്ഞിട്ടുണ്ട്, ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, മഴ വർഷിപ്പിക്കുന്നത്, നമ്മെ സൃഷ്ടിച്ചത്, ഇതൊക്കെ അല്ലാഹുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞാ പോരാ, ഇസ്തിഖാമത്തുണ്ടാകണം. ആ പറഞ്ഞതിനോട് കൂറു പുലർത്താൻ. അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ വഴിപാടുകൾ, നമ്മുടെ ആരാധനകൾ അഖിലവും ആ റബ്ബിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് അംഗീകരിച്ചവന്റെ ബാധ്യതയാണ്. അതാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്തോടുകൂടെ ജീവിക്കുന്ന മനുഷ്യന്, ആ മനുഷ്യൻ മരണപ്പെടുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലാഖമാർ, അല്ലാഹുവിന്റെ മലക്കുകൾ അവന്റെ സമീപത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവൻ ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് അവര് പറയുന്നത് എന്താ? അല്ലാ തഖാഫു വലാ തഹ്സനു, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇനിയുള്ള കാര്യത്തെ ഓർത്ത് നിങ്ങൾ, വലാ തഹ്സനു, നിങ്ങൾക്ക് ദുഃഖം വേണ്ട, സങ്കടം വേണ്ട. കുടുംബത്തെ വിട്ടുപോവുകയാണല്ലോ, അതല്ലെങ്കിൽ ഇനി ചെന്നെത്താനുള്ളത് ഒറ്റപ്പെട്ട ബർസഖി ലോകത്തേക്ക്, ഖബറിലേക്കാണല്ലോ. പരലോകത്ത് എന്റെ അവസ്ഥ എന്താകും?
അല്ലാ തഖാഫൂ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനൂ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, മാത്രമല്ല വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തൂഅദൂൻ നിങ്ങൾ സന്തോഷിക്കുക, വഅബ്ശിറൂ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. സഹോദരങ്ങളെ, ഇത് എപ്പോഴാണ് പറയുന്നത്? ആരാരും കാണാത്ത രൂപത്തിലുള്ള ചില കാഴ്ചകൾ മരണത്തിന്റെ സന്ദർഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതുവരെ നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല, പക്ഷേ മരണത്തിന്റെ വെപ്രാളത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്, ഡോക്ടർമാരുണ്ടാകും, നമ്മളെ ശുശ്രൂഷിക്കാൻ വലിയ വലിയ വിശ്വജ്ഞന്മാർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ഓടിക്കൂടിയിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും കാണാൻ കഴിയാത്ത ചില കാഴ്ചകൾ മരണത്തിന്റെ സന്ദർഭത്തിൽ, ദീർഘനിശ്വാസം വലിച്ചുവിടുന്ന സന്ദർഭത്തിൽ, ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുമ്പോഴും സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ സന്ദർഭത്തിൽ ചുറ്റുഭാഗത്തുള്ളവർക്കൊക്കെ സങ്കടമുണ്ടാകുമ്പോ, അവർക്കൊക്കെ കരച്ചിൽ വരുമ്പോ അവരാലോചിക്കും, എന്റെ ഉപ്പാക്ക് എന്തു പറ്റി, എന്റെ ഉമ്മാക്ക് വല്ലാത്ത പ്രയാസമുണ്ടല്ലോ, എന്റെ ഉമ്മ വേദനിക്കുന്നുണ്ടല്ലോ, എന്റെ ഉപ്പ വേദനിക്കുന്നുണ്ടല്ലോ, എന്ത് ചെയ്യുമെന്ന് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ സമീപത്ത് നമ്മുടെ കാതോട് ചേർന്ന് നിന്ന് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ നമ്മോട് പറയും, അബ്ശിറൂ അവർക്കൊക്കെ പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ. ബിൽ ജന്ന നിങ്ങൾക്ക് സ്വർഗമുണ്ട്, അല്ലതി കുൻതും തൂഅദൂൻ ഏത് സ്വർഗമാണത്? നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമാണ്. അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തിയാൽ, ഒറ്റപ്പെടലുകൾ ഉണ്ടായപ്പോ, ബഹിഷ്കരണങ്ങൾ ഉണ്ടായപ്പോ, ആളുകൾ പരിഹസിച്ചപ്പോ, ആളുകൾ കളിയാക്കിയപ്പോ ഒക്കെ അല്ല ആരെന്ത് പറഞ്ഞാലും എനിക്കെന്റെ റബ്ബ് മതി, ഞാൻ എന്റെ റബ്ബിനോടെ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ മാത്രമേ സാഷ്ടാംഗം നമിക്കുകയുള്ളൂ, അവനോടല്ലാതെ മറ്റൊരാളോടും എന്റെ ഇബാദത്ത്, എന്റെ പ്രാർത്ഥനകൾ ഞാൻ കൊടുക്കുകയില്ല. ഈ രൂപത്തിൽ തന്റെ ജീവിതത്തെ നിഖില മേഖലകളും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ച് ചിട്ടപ്പെടുത്തിയവർ സുമ്മസ്തഖാമു അവർക്കുള്ള പ്രത്യേകതയാണ് സഹോദരങ്ങളെ ഇത്. ആളുകളെ ഭയപ്പെട്ട്, ആളുകളുടെ കളിയാക്കല് കണ്ട്, ആളുകളിൽ നിന്ന് ഒറ്റപ്പെടുമെന്ന് ഭയപ്പെട്ട് ഈ രൂപത്തിൽ വിശ്വാസത്തിൽ ചാഞ്ചല്യമുള്ളവർക്കല്ല, ജീവിതത്തിൽ ഇസ്തിഖാമത്തുണ്ടാവണം. അവരെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്. മലക്കുകൾ അവരുടെ സമീപത്തേക്ക് വരുന്നു, സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഒന്നാമത്തെ വിഷയം അതാണ്. ഇനിയും അതുമായി ബന്ധപ്പെട്ട് ചില ആയത്തുകളിൽ അള്ളാഹു വലിയ വലിയ സന്തോഷ വാർത്തകൾ അറിയിക്കുന്നുണ്ട്. അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അമലുകൾക്ക് സ്ഥാനമുണ്ടാവണമെന്നതാണ്. അമലുകൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ ഒരു അടിമക്ക് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അവന്റെ അവസാനം നന്നാവണമെന്നോ അവന്റെ പരലോകത്തിൽ ഖൈർ ഉണ്ടാവണമെന്ന് നമ്മെ പറ്റി അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തഅമലഹു അവനെ കൊണ്ട് അല്ലാഹു പ്രവർത്തനങ്ങൾ നടത്തും, അമലുകൾ പ്രവർത്തിപ്പിക്കും. അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അതെങ്ങനെയാണ് ആ അമലുകൾ പ്രവർത്തിപ്പിക്കുന്നത്? ഖാല റസൂലുള്ളാഹ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരണത്തിന് മുമ്പേ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് കൊടുക്കും. യുവഫിഖുഹു, അല്ലാഹു തൗഫീഖ് കൊടുക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യുവഫിഖുഹു എന്നുള്ള വേറെ ചില ആളുകളെ കുറിച്ചിട്ട് റസൂലുള്ളാഹ് പറയുന്നുണ്ട്, ഇന്നൽ അബ്ദ ലയഅമലു ഫീമാ ബൈനൻ നാസ്, ജനങ്ങളുടെ കണ്ണിലതാ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ചില ആളുകളുണ്ട്. ആ മനുഷ്യൻ അതാ ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള ചില അമലുകളുമായിട്ടാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. പക്ഷേ വഇന്നഹു ലമിൻ അഹ്ലിൻ നാർ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അയാൾ സ്വർഗ്ഗാവകാശിയല്ല, അയാൾ നരകത്തിൽ പ്രവേശിക്കും. വഇന്നൽ അബ്ദ ലയഅമലു ഫീമാ ബൈനൻ നാസ് ബിഅമലി അഹ്ലിൻ നാർ, ജനങ്ങളുടെ കണ്ണിലതാ നരകത്തിലേക്ക് പോകാനുള്ള ചില പ്രവർത്തനങ്ങളുമായി ചില ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. വഇന്നഹു ലമിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗ്ഗാവകാശിയാണ്. വഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, ഇതിന്റെ കാരണം അയാളുടെ അവസാനം എങ്ങനെയാന്ന് മനുഷ്യർ കണ്ടിട്ടില്ല. അയാളുടെ അവസാനം എങ്ങനെയാന്ന് മനുഷ്യർ കണ്ടിട്ടില്ല.
അയാളുടെ അവസാനം ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് നന്മകളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളതല്ല. ഇത് അവസാനം വരെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അഅ്മാലുകൾ അതിന്റെ അവസാനമാണ് പരിഗണിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. കുറെ ഇങ്ങനെ നിസ്കാരം, കുറെ നോമ്പും, പിന്നെ പള്ളിയൊന്നായിട്ട് ബന്ധമില്ല, പിന്നെ നിസ്കാരം ഒഴിവാക്കി അതൊക്കെ അങ്ങ് ഒഴിവാക്കുക. അങ്ങനെ ആ സമയത്താണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹ, അവസാനം പരിഗണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതേ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തുകൂടെ, സഹാബത്തിന്റെ സമീപത്തുകൂടെ അതാ മുറബി ജനാസത്തിൻ, ഒരു മയ്യിത്ത് കൊണ്ടുപോയി. അപ്പൊ സഹാബത്ത് അയാളെ കുറിച്ച് ആളുകൾ എന്ത് ചെയ്തു, അയാളെ കുറിച്ച് ഇങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ, അയാൾ നല്ല മനുഷ്യരായിരുന്നു, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു, നല്ല കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വജബത്, അയാൾക്ക് നിർബന്ധമായിരിക്കുന്നു, അയാൾക്ക് ഉറപ്പായിട്ടുമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മറ്റൊരു ജനാസ കൂടെ കൊണ്ടുപോയപ്പോ സഹാബത്തിന് അയാളെ കണ്ടപ്പോ മനസ്സിലായപ്പോ അയാളെ കുറിച്ച്, അയാളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ മോശമായിട്ട് ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വജബത്ത്. പക്ഷെ സഹാബത്തിനൊന്നും മനസ്സിലായില്ല. സഹാബത്ത് ചോദിച്ചു, നബിയെ, ആദ്യം കൊണ്ടുപോയ സമയത്ത് നിങ്ങൾ വജബത്ത് പറയുന്നുണ്ട്, അയാൾക്കുണ്ട്, അയാൾക്ക് ഉറപ്പാണെന്ന് പറയുന്നുണ്ട്, രണ്ടാമത് കൊണ്ടുപോയ ആളെ കുറിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അസ്നൈതും അലൈഹി ഖൈറൻ വജബത് ലഹുൽ ജന്ന, ഒരു മനുഷ്യനെ കുറിച്ച് ജനങ്ങളെ നിങ്ങൾ ഖൈറാണ് പറഞ്ഞതെങ്കിൽ വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗമുണ്ട്. എന്നിട്ട് റസൂലുള്ള വീണ്ടും പറഞ്ഞു, വമൻ അസ്നൈതും അലൈഹി ശർറ വജബത് ലഹുൻ നാർ, നിങ്ങൾ ഒരു മനുഷ്യനെ കുറിച്ച് ശർറാണ് പറയുന്നതെങ്കിൽ അയാൾക്ക് നരകമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സ്വഹാബത്തിനോടാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഏതെങ്കിലും ആളുകൾ പറയുന്ന വിഷയമല്ല. ഇവിടെ ഇന്നൽ മുഖാത്തബീന ബിദാലിക ഹുമുസ് സഹാബ, ആരാണത്? സഹാബത്തിന്റെ സംസാരമാണ്. വമൻ കാന അലാ സിഫതിഹിം മിനൽ ഈമാൻ ലഅന്നഹും യൻതിഖൂന ബിൽ ഹിക്മതി വയഖ്തസ്സു ദാലിക ബിസ്സിഖാതി വൽ മുത്തഖീൻ. സഹാബത്തിന്റെ ആ വിശ്വാസം, ഈമാനൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന മനുഷ്യർ, അവരുടെ സംസാരം ഈ രൂപത്തിലായി കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുണ്ട് ഈ ഹദീസിൽ നിന്നുള്ള പാഠം? അത്തൻബീഹു അലൽ ഇഹ്സാനി ഇലന്നാസ്, ജനങ്ങളുമായി നല്ല രൂപത്തിൽ വർത്തിക്കണം എന്നത് ഈ ഹദീസിൽ നിന്ന് പാഠമാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നത്, മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് മോശമായി പറയാനുള്ളൊരു അവസരം നമ്മളായിട്ട് സൃഷ്ടിച്ചു വെക്കരുത്. നമ്മൾ മരിച്ചാലും നമ്മെക്കുറിച്ച് നല്ലത് പറയാൻ, സമൂഹത്തിന് നല്ലത് പറയാനുള്ള അവസരം സൃഷ്ടിച്ചിട്ടാവണം ഈ ലോകത്തു നിന്ന് നമ്മൾ യാത്ര പറയേണ്ടത് എന്നുള്ളതാണ്. അത് ഹുസ്നുൽ ഖാത്തിമയുടെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമായ ഹദീസാണ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ് എന്നുള്ളത്. അതിന്റെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കണം. വേറെയും ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യൻ, അതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറയുന്നുണ്ട്. ആ രൂപത്തിലുള്ള ഒരു മനുഷ്യൻ, ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം പറഞ്ഞതാണ്, ഈമാൻ ഉണ്ടാവണം. ഈമാനുള്ള ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ പറയുന്ന അടയാളങ്ങളൊക്കെ ഉണ്ടാകുന്നത് എങ്കിൽ അത് ഹുസ്നുൽ ഖാത്തിമയുടെ നല്ല പര്യവസാനത്തിന്റെ അടയാളമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേ രൂപത്തിൽ തന്നെ മരിക്കുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടാവുക, നെറ്റിത്തടം വിയർക്കുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മൗത്തുൽ മുഅ്മിനി ബിഅറഖിൽ ജബീൻ, നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടാക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ അടയാളമാണ്, ഒരു നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെടുക എന്നുള്ളത് നല്ല പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമഅത്തി ഔ ലൈലത്തുൽ ജുമഅത്തി ഇല്ലാ ബഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് രക്ഷ കൊടുക്കുമെന്ന്, അഥവാ ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളമാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാൽ അയാൾക്ക് ഇതൊരു ഹുസ്നുൽ ഖാത്തിമത്താണെന്നൊന്നും നമ്മൾ വിജയിക്കാൻ പോകണ്ട. അങ്ങനെ ചില ആളുകളുണ്ട് അല്ലേ, മക്കത്ത് നിന്ന് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇവിടൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അയാളുടെ ഈമാൻ,
അത് തൗഹീദുള്ളതാണെങ്കിൽ, അള്ളാഹു പഠിപ്പിച്ചതാണെങ്കിൽ, പ്രവാചകൻ പഠിപ്പിച്ചതാണെങ്കിൽ, ഇതൊക്കെ ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ, ഒരു മുവഹ്ഹിദിന്റെ അടയാളങ്ങളാണ് ഈ പറയുന്നത്. അവരുടെ അടയാളങ്ങൾ അതൊക്കെ ഒരു ഭയപ്പെടാനില്ലാത്ത ഹുസ്നുൽ ഖാത്തിമത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ എന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹുകിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കും. വമൻ സാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഹുകിമ ലഹു ബിഹി ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോറ്റു, അങ്ങനെ നോമ്പുകാരനായി മരണപ്പെട്ടാലും ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ്. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ഹുകിമ ലഹു ബിഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ സദഖ കൊടുത്തു, ആ രൂപത്തിൽ ആ സന്ദർഭത്തിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അയാളും സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ രക്തസാക്ഷിത്വം, അക്രമിയാൽ കൊല ചെയ്യപ്പെടുക, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന്റെ സന്ദർഭത്തിൽ മരണപ്പെടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു മരണമാണ്, ഒരു ഹുസ്നുൽ ഖാത്തിമത്തിന്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഈ ജിഹാദ് അല്ലെങ്കിൽ ഷഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സായുധമായ അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിൽ മാത്രമല്ല. ഷഹീദിനെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, നമ്മെ ഒരാൾ ആക്രമിക്കാൻ വരുന്നു, നമ്മുടെ ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പോരാടിയത് എങ്കിൽ അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. മൻ ഖുതില ദൂന മാലിഹി വഹുവ ഷഹീദുൻ വമൻ ഖുതില ദൂന അഹ്ലിഹി വഹുവ ഷഹീദുൻ വമൻ ഖുതില ദൂന ദീനിഹി വഹുവ ഷഹീദുൻ വമൻ ഖുതില ദൂന ദമിഹി വഹുവ ഷഹീദുൻ. സ്വന്തം തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോരാടിയതാണ്, അങ്ങനെ അയാൾ മരണപ്പെട്ടാൽ അയാൾ ഷഹീദാണ്. അതേ രൂപത്തിൽ തന്നെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പോരാടിയാൽ അങ്ങനെ മരണപ്പെട്ടാലും അയാൾ ഷഹീദാണ്. അതുപോലെ തന്നെ തന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന്, കുടുംബത്തെ ആക്രമിക്കാൻ ഒരാൾ വന്നു, ആ സമയത്ത് മരണപ്പെട്ടു, ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോരാടി മരണപ്പെട്ടാലും ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില രോഗങ്ങളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറയുന്നുണ്ട്. ഗർഭസ്ഥ ശിശു വയറ്റിൽ വെച്ചുകൊണ്ട് മരണപ്പെടുക, അങ്ങനെ ഉമ്മ മരണപ്പെടുന്ന സന്ദർഭമുണ്ട്. അതുപോലെ തന്നെ പ്രസവ സമയത്ത് മരണപ്പെടുന്ന സമയം അതിന് ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില രോഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുന്നുണ്ട്. പ്ലേഗ് ബാധിച്ച് മരണപ്പെടുന്നവർ, അതുപോലെ തന്നെ മുങ്ങി മരിക്കുന്നവർ, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് മരണപ്പെടുന്നവർ, ഉദരരോഗം, വയറു രോഗവുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്നവർ, തീപ്പൊള്ളലേറ്റ് മരണപ്പെടുന്നവർ, കെട്ടിടം വീണ് അതിനടിയിൽപ്പെട്ട് മരണപ്പെടുന്നവർ, ഈ രൂപത്തിലുള്ള മരണങ്ങളൊക്കെ ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇതൊരു മുഅ്മിനിന്റെ അടയാളങ്ങളാണ്, ഒരു സത്യവിശ്വാസിയുടെ അടയാളങ്ങളാണ്, അവരുടെ ഒരു നല്ല മരണത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെ ചിട്ടപ്പെടുത്തുവാനും നമ്മുടെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തുവാനും ഏത് സമയത്തും ഒരു നല്ല മരണത്തെ പുൽകുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോട് ഈ ജീവിതത്തെ കൊണ്ടുപോകാനാണ് നമ്മൾ സദാ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യേന പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. അല്ലാഹുവേ, കൽബുകളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, ഞങ്ങളുടെ കൽബുകളെ ഈ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. നമ്മൾ ഓരോരുത്തരും കാണാതെ പഠിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ്. സൂറത്ത് ആലി ഇമ്രാനിന്റെ 8-ാമത്തെ വചനത്തിൽ വിശ്വാസികളുടെ പ്രാർത്ഥനയായിട്ട് അള്ളാഹു പറയുന്നത് കാണാം, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവേ, ഈ ഹിദായത്ത് ലഭിച്ചതിന് ശേഷം ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുതേ. ഇത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയമാണ്.
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ പൂർവികരായ ആളുകളൊക്കെ ഇതിനെ ഭയപ്പെട്ടിരുന്നു, അവരൊക്കെ ഇത് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പ്രാർത്ഥിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിൽ അല്പം ജാഗ്രത കാണിക്കേണ്ടതാണ്. അല്പം ഭയപ്പാട് അതിൽ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.